അതിനുശേഷം ഇവരെല്ലാം പാട്ട് പാടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ലിംജിങ്ങിനും അവിടെ ഹൻസുജിന്റെ ബൈക്കുള്ളത് കണ്ടിട്ട് അവളും പറഞ്ഞിട്ട് നീ കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ ബൈക്കിനിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് ഹൻസുജിനും വന്നിട്ട് ഇവളിപ്പോ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കും. ഇതേ സമയം അവിടേക്ക് സൂഹയും വരുമ്പോഴാണ് ഇവനെ കണ്ട വീണ്ടും പ്രശ്നമെന്ന് പറഞ്ഞ് അവൾ ഹൻസുജിനെ വിളിച്ചുകൊണ്ട് അവിടെ ഓടിപ്പോവും. അപ്പോഴാണ് അതേസമയം ഹൻസുജിന് ഇതിനു മുമ്പ് അടിച്ചവന്മാരൊക്കെ വീണ്ടും അവിടേക്ക് വന്നോടെ ഇവനും പ്രശ്നം ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ലിംജിങ്ങിന് പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവും. അപ്പോഴാണ് ഇതെല്ലാം സൂഹയും കണ്ടിട്ട് ഇവന്മാരൊക്കെ ലിംജിങ്ങിനെ ഓട്ടിക്കുന്നുണ്ട്, അവനും പുറകെ വരും. എന്നിട്ട് ഇവർ രണ്ടുപേരും അവന്മാരിന്ന് രക്ഷപ്പെട്ട് സൈഡ് ഒളിഞ്ഞിരിക്കുമ്പോഴാണ് അതേസമയം സൂഹോ അവരെ ഫോളോ ചെയ്ത് അവരുടെ പുറകെ തന്നെ പോകും. അപ്പോഴാണ് ഇവനെ കണ്ടിട്ട് ഇവന്മാരും നീ ഹൻസുജിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവനെ ഇവന്മാര് പൊക്കും. അതിനെ ശിവന്മാരെല്ലാരും കൂടെ ഹൻസുജിനെ വിളിക്കാൻ പറയുമ്പോഴാണ് സൂഹോ ഞാൻ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കത്തില്ലെന്ന് അവരോട് പറഞ്ഞിട്ട് പോകാൻ നോക്കും. പക്ഷെ അവന്മാരും വിടാതെ ഇവനിട്ട് അടിക്കാൻ വരുമ്പോഴാണ് ഇവർ തമ്മിൽ മൊത്തത്തിൽ അടിയാകും. അപ്പോഴാണ് അവിടേക്ക് പോലീസ് വന്നോടെ അവന്മാരെ രക്ഷയിട്ട് അവിടെ നിന്ന് പോവും. അതിനുശേഷം ലിംജിങ്ങിനും അവളുടെ ഫ്രണ്ട്സ് എല്ലാം പോയെന്ന് പറഞ്ഞ് ഹൻസുജിന്റെ അടുത്ത് നിന്ന് പൈസ വയ്ക്കുമ്പോഴാണ് അവന് വേണേ ബൈക്ക് കയറിക്കാന്ന് പറഞ്ഞ് അവൾക്ക് ലിഫ്റ്റ് കൊടുക്കും. അങ്ങനെ ഇവന് അവളെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ അതേസമയം ഇവൾക്ക് വേണ്ടി സൂഹ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ ഹൻസുജിന്റെ കൂടെ വരുന്നിട്ട് അവനും ദേഷ്യത്തെ അടുത്തേക്ക് ചെല്ലും. ഇതോടെ അവളും പെട്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും സമ്മാനത്തിൽ വീട്ടിൽ പോയിക്കോന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ബോധമില്ലാതെ അവളുടെ ചേച്ചിയും ഇവർ ദേഹത്തും തിരിച്ചിടും. ഇതോടെ അവളും ചേച്ചി വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ അവരും ബോധമില്ലാതെ അവന്മാർ രണ്ടുപേരിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവന്മാർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചേച്ചിയെ കൊണ്ട് വീട്ടിലാക്കുമ്പോഴാണ് അതേസമയം അവര് ഹൻസുജിന്റെ നേർക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവനും പിടിച്ച് സൂഹയുടെ നേർക്ക് തള്ളിയിടും. അതോടെ അവന്റെ ഡ്രസ്സ് മൊത്തത്തിൽ കുളമാകുമ്പോഴാണ് ലിംജിങ്ങിന് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇത് ഇവള് തന്നെ ക്ലീൻ ചെയ്ത് തരാന്ന് പറയും. അപ്പോഴാണ് ഇതൊക്കെ ഹൻസുജിനെ കണ്ട് അവന് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവന്റെ പുറകെ ചെല്ലും. എടാ സൂഹോ, നിനക്ക് ലിംജിങ്ങിന് ഇഷ്ടമാണോ? ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നിന് ഇവനും ചോദിക്കുമ്പോൾ സൂഹോൻ തിരിച്ച് അവനോട് ചോദിക്കും ഇവൻ അവൾ ഇഷ്ടമാണെന്ന്. അതോടെ അവൻ അടുത്തേക്ക് നിന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇഷ്ടത്തിലായി കാണുമെന്ന് ഇവനോട് പറയുമ്പം അവനും ദേഷ്യത്തിലാകും. ഇപ്പൊ സൂഹയ്ക്ക് ലിംജിങ്ങിന് ഇഷ്ടമെന്ന് അറിഞ്ഞ ഉടനെ ഹൻസുജിന് ആ ദേഷ്യത്തിൽ അവന് ലിംജിങ്ങിന്റെ പുറകെ പോകും. അങ്ങനെ അതുകൊണ്ട് അവന് സ്കൂളിൽ വെച്ച് അവന്റെ വണ്ടിയുടെ താക്കോൽ അവളുടെ കൊടുത്തിട്ട് ഇനി തൊട്ട് ഇവള് പറയുന്നൊരു ബൈക്കിലൊന്നും സ്കൂളിലേക്ക് വരത്തില്ലെന്ന് പറയും. അങ്ങനെ ഇവളുടെ ഫ്രണ്ട് നല്ല കുട്ടിയായിട്ട് ആക്ട് ചെയ്യുന്നതൊക്കെ സൂഹയെല്ലാം മനസ്സിലാക്കി അവന് നല്ല ദേഷ്യത്തിലാകും. കാരണം ഇവന് ലിംജിങ്ങിന് ഇഷ്ടമെന്ന് അറിഞ്ഞിട്ട് അവൻ മനപ്പൂർവ്വം ഇപ്പൊ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കുക. അതിനുശേഷം ഇവളും താക്കോൽ എന്തിനാ എനിക്കെന്ന് പറഞ്ഞ് ലിംജിങ്ങിന് തിരിച്ച് താക്കോൽ അവന്റെ കൊടുക്കുമ്പോഴാണ് അതേസമയം അവനത് വാങ്ങിക്കാതെ അവൾക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പോകും. ഇതൊക്കെ ക്ലാസ്സിലുള്ള എല്ലാരും കണ്ട് ഇവരുടെ ഒരു കപ്പിൾസ് ആണെന്ന് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി ഇവൻ ചുമ്മാ കളിയാക്കുവാന്ന് പറഞ്ഞ് ഇന്റർവൽ സമയത്ത് താക്കോൽ നീ തന്നെ വെച്ചെന്ന് പറഞ്ഞിട്ട് അവൾ അവന് തിരിച്ചു കൊടുക്കും. അതിനുശേഷം സൂഹവും ഹൻസുജിന് ഇവൾക്ക് വാങ്ങിച്ചെന്ന ജ്യൂസും മേടിച്ചോണ്ടിരിക്കുന്നിട്ട് അവൻ അതെടുത്ത് വേറൊരുത്തിന് കൊടുത്തിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഇവൻ വാങ്ങിച്ചു കൊടുക്കും. ഇതോടെ അവള് സന്തോഷത്തി അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരെല്ലാം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് വീണ്ടും അവിടേക്ക് ഹൻസുജൻ വന്നിട്ട് ഇവളുടെ കൂടെ ക്ലോസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇതൊക്കെ അവിടെ ഉള്ളവരെല്ലാം കണ്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവളാണ് ദേഷ്യത്തി അവനിപ്പോ എന്തോ വേണ്ടെന്ന് ചോദിക്കും. അങ്ങനെ അതോടെ അവനും അവന്റെ വണ്ടി ഇവളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് പെട്ടെന്ന് ഷോക്കായി അവളുടെ വായിടുന്ന ഫുഡെല്ലാം അവന്റെ അകത്ത് തുപ്പിക്കളയും. ഇതോടെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഹൻസുജിനെ കണ്ടിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ച് ഇവൻ ലിംജിങ്ങിനെ ശല്യപ്പെടുത്തുന്നതൊക്കെ സൂഹയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിനുശേഷം ഇപ്പോൾ ഒരു ജൂനിയർ പെങ്കൊച്ചിനെ കാണിക്കുവാണ്. അങ്ങനെ സ്കൂളിന്റെ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം പാട്ടോടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ആ മ്യൂസിക് ടീച്ചറും ഇവളായിരിക്കണം മെയിൻ സിംഗർ എന്ന് പറഞ്ഞ് അവളെ സെലക്ട് ചെയ്യും. അതോടെ ബാക്കി എല്ലാവർക്കും കൂടെ ജലസാവും സൗന്ദര്യമില്ലാത്ത ഇവളെന്തിനാ ചൂസ് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ അവളുമായിട്ട് റാഗ് ചെയ്ത് അവളിട്ട് അടിക്കുമ്പോഴാണ് ഇതെല്ലാം അവിടേക്ക് വരുന്ന ലിംജിങ്ങിനെ കണ്ടുപോകും. അതോടെ അവളും മറ്റേ കൊച്ചിനെ ഓർത്ത് വിഷമിക്കും. കാരണം ഇവൾ ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ള. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഇവളും സൂചനായിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പഴയ സ്കൂളിൽ റാഗ് ചെയ്ത ആ പെങ്കൊച്ചും ഗ്യാങ് ആയിട്ട് അവിടെ വരും. അങ്ങനെ അവള് ലിംജിങ്ങിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി അടുത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ഇവളും പേടിച്ചിട്ട് അവളാന്നെല്ലാം തിരിച്ചറിയാമെന്ന് പറഞ്ഞ് മൊത്തത്തിൽ ടെൻഷനായിരിക്കും. അപ്പോഴാണ് അതേസമയം ഇത് മനസ്സിലാക്കി സൂചിനും ലിംജിങ് പേടിക്കുന്നുണ്ട് അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ലിംജിങ്ങൻ നീ എന്തിനാ അവരെ കണ്ട് പേടിച്ച, നിനക്ക് അവരറിയാം എന്ന് ഇവളും ചോദിക്കുമ്പോഴാണ് അവൾ അവരെ കണ്ട് ജസ്റ്റ് ഒന്ന് പേടിച്ചോ എന്ന് പറയും. അപ്പോഴാണ് കാര്യം എന്തോന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും സൂചന അടുത്ത പ്രാവശ്യം എല്ലാവരോടും ധൈര്യമായിട്ട് ഫേസ് ചെയ്യണമെന്ന് അവൾ അഡ്വൈസ് ചെയ്തങ്ങ് ഇടും. അതേസമയം ഇവിടെ സൂഹോ ആണ് കട്ട ജലസി ഇരിക്കും. ഹൻസുജൻ സ്കൂളിൽ വെച്ച് അവളുടെ പുറയിലൊക്കെ പോയതുണ്ട്. അങ്ങനെ അവന്റെ കൂടെ ബൈക്ക് റേസിൽ പോകുന്ന പോലെ ഇവന് ഗെയിം കളിച്ച് സ്വപ്നം കണ്ടോണ്ടിരിക്കും. പക്ഷെ എന്നാലും ആ ഗെയിമിൽ ഇവൻ തോറ്റുപോകും. എന്നിട്ട് അവന് ലിംജിങ്ങിന് എന്തെങ്കിലും മെസ്സേജ് അയക്കാന്ന് പറഞ്ഞ് അവനവളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെറുതെ ആറ്റിറ്റ്യൂഡൊന്നും കളയണ്ടെന്ന് പറഞ്ഞ് അവനെടുത്ത് പോക്കറ്റ് വയ്ക്കും. അപ്പോഴാണ് അറിയാതെ അവൾക്ക് റിങ് വന്നത്. അങ്ങനെ ഈ സൗണ്ട് കേട്ട് പെട്ടെന്ന് അവന് പേടിച്ച് ഫോൺ എടുക്കുമ്പോഴാണ് അതിനുമ്പേ തന്നെ അവളുടെ ഫോൺ അനിയൻ അറ്റൻഡ് ചെയ്യും. ഹലോ, ആരാടി സംസാരിക്കുന്നത്? ലിംജിങ്ങൻ പെട്ടെന്ന് കുളിച്ചിട്ടോ, നിന്റെ മേക്കപ്പ് എല്ലാം കളയാൻ ഇത്ര സമയം എടുക്കുന്നു എന്നിന് അനിയൻ അവളെ വിളിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തെ അടുത്തേക്ക് വരും. എടാ നാണില്ലാത്തവന്
നീ ബാത്റൂം പോയിട്ട് വെള്ളം ഒഴിച്ചില്ലേ? അതും സഹിച്ച് ഞാൻ കുളിക്കേണ്ടി വന്നു. എന്നിട്ട് അവള് ഫോൺ എടുത്തിട്ട് നോക്കുമ്പോഴാണ് ഇവൻ സൂഹോയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് അറിയുന്നത്. അതോടെ അവളും പെട്ടെന്ന് കട്ട് ചെയ്യും. അതിനുശേഷം ഇതെല്ലാം കേട്ട് സൂഹോൻ ചിരിച്ചിട്ട് അവന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ലിംജിങ്ങിന് റൂമിലേക്ക് ചെന്നിട്ട് തിരിച്ച് അവന് ഫോൺ വിളിക്കും. ഓ സൂഹോ, നീ വിളിച്ചായിരുന്നോ? മുമ്പ് അറിയാതെ ഫോൺ കട്ടായതാന്ന് തോന്നുന്നു. എന്നിട്ട് അവള് പറയുമ്പോഴാണ് അവന് എങ്ങനെയൊക്കെ ഇവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവന്റെ യൂണിഫോം ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞ് അവളെ പുറത്തേക്ക് വിളിപ്പിക്കും. അങ്ങനെ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് ഇവർ ഒരുമിച്ച് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവളുടെ യൂണിഫോം ഉണങ്ങാത്തോണ്ട് അവളത് കൊണ്ടുവന്നില്ലെന്ന് പറയും. പക്ഷെ അവൻ സത്യത്തിൽ ആ യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിയല്ല അവളിവിടെ വിളിപ്പിച്ച, ഇവളെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാ. അതിനുശേഷം അവളും പൂച്ചയായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ആകെ എന്നോട് മാത്രമേ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനും മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും കുറച്ച് ടൈം പാസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ബാസ്കറ്റ് ബോൾ എടുത്ത് അവൻ ജസ്റ്റ് കളിച്ചു കാണിക്കുമ്പോഴാണ് ഒരു ബോൾ പോലും അതിനകത്ത് വീഴത്തില്ല. ഇത് കണ്ട് അവളും ചിരിച്ചിട്ട് ഞാൻ ത്രോ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞ് അവളുടെ ഫസ്റ്റ് ത്രോയിൽ തന്നെ ഗോളി വീഴും. ഇതോടെ അവനും ചുമ്മാ ലക്കിന് അടിച്ചതെന്ന് പറഞ്ഞ് അവൻ ആ പന്ത് വാങ്ങിക്കുമ്പോഴാണ് ഇവൾ അവനെ കളിയായിക്കൊണ്ടിരിക്കും. സുഹോ, നിന്നെ കളിക്കറിയത്തില്ലെങ്കിൽ പറ, ഈ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ത്രോ ചെയ്താൽ മതി. എന്നിട്ട് ഇവൾ അവനെ പഠിപ്പിക്കുമ്പോഴാണ് ആ വീണ്ടും ഷോ കാണിക്കാൻ തുടങ്ങും. ഓ, പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ ഞാൻ സ്റ്റാർ ആയിരുന്നു, നീയൊക്കെ കാണണമായിരുന്നു. എന്നിട്ട് അവനും പറഞ്ഞിട്ട് വീണ്ടും ആ പന്തെടുത്ത് എറിയുമ്പോഴാണ് അത് വീണ്ടും വീഴത്തില്ല. അതിനുശേഷം അവളും ചിരിച്ചിട്ട് ആ ബോൾ വാങ്ങിച്ചിങ്ങനെ തട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അറിയാതെ ഇവനെ ചെന്ന് ഇടിച്ചിടും. അതോടെ സൂഹോ പെട്ടെന്ന് ഈ ചാൻസ് യൂസ് ചെയ്ത് അവൾ ഹഗ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവനൊന്ന് പേടിക്കും. ഇപ്പൊ അവളെ മനഃപൂർവ്വം ഹഗ് ചെയ്തോണ്ട് ഇവളെല്ലാം തെറ്റിയിരിക്കാന്ന് പറഞ്ഞ്. അതോടെ അവനും പെട്ടെന്ന് പിന്മാറിയിട്ട് അവൻ യൂസ് ചെയ്ത സ്പ്രേയുടെ മണം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റും. ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ അതിന് വേണ്ടിയാണ് ഇവൻ ഹഗ് ചെയ്തതെന്ന് പറഞ്ഞ് അവളും കിടിലം മണമെന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് ആ ബുക്ക് കടയിൽ ഓണറും വരുമ്പം പെട്ടെന്ന് ഇവൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി സൂഹോ ഓടിച്ചെന്ന് അദ്ദേഹത്തിനെ ഹഗ് ചെയ്യും. അങ്കിള്, ഞാൻ പുതിയ സ്പ്രേ വാങ്ങിച്ചേക്കുക, ഇതിന്റെ മണം എങ്ങനെയുണ്ട്? എന്നിട്ട് അവൻ ചോദിച്ചോടെ പാവ അവൻ ഇയാളുടെ അടുത്ത് പെട്ടുപോയി. അങ്ങനെ അങ്ങേരും കുറെ മണപ്പിച്ചിട്ട് ഇത് കിടിലം മണമെന്ന് പറഞ്ഞ് അവനായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം ലിംജിങ്ങിനെ കണ്ടിട്ട് ഇവന് പെന്തുവോ കാണിക്കുന്നെന്ന് പറഞ്ഞ് അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവരും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവളും വീട് വരുന്ന കൊണ്ടാക്കണ്ടെന്ന് ഷൈയായിട്ട് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ സൂഹയാണ് അവന്റെ ആറ്റിറ്റ്യൂഡ് വിട്ടുകൊടുക്കാത്തോണ്ട് പോകുന്ന വഴിക്കല്ലേ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് അവളെ ആക്കി അങ്ങ് വിടും. പക്ഷെ സത്യത്തിൽ ഇവൻ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയാ കൂടെ വരുന്നത്. അങ്ങനെ അവന് സുരക്ഷയായിട്ട് അവളെ ചെന്ന് വീട്ടിലാക്കുമ്പോഴാണ് അവിടെ ഹൺസുവിന്റെ ബൈക്ക് ഇരിക്കുന്നിട്ട് ഇവനും ദേഷ്യത്തിലാവും. അപ്പോഴാണ് അവളും ഈ ബൈക്ക് എന്നാണ് അവൻ എടുത്തോണ്ട് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവള് ദേഷ്യത്തിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സൂഹ ഒരു പ്ലാൻ ചെയ്യും, രാത്രിയോടെ രാത്രി ഈ വണ്ടി എടുത്തോണ്ട് അങ്ങ് മുങ്ങാന്ന്. അതിനുശേഷം അടുത്ത ദിവസം ലിംജിങ്ങിന് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് അവിടെ അവന്റെ ബൈക്ക് കാണത്തില്ല. അതുകൊണ്ട് അവളും വിചാരിക്കും ഹൺസുജൻ വല്ല എടുത്തോണ്ട് പോയി കാണുമെന്ന്. പക്ഷെ ഇതിന്റെ പുറകെ ഉള്ളത് സൂഹയാ. അങ്ങനെ PT പീരീഡ് ഇന്നലെ അവളുടെ ഫ്രണ്ട് നാണം കെട്ടതുകൊണ്ട് അവന് ബാസ്കറ്റ് ബോൾ മാച്ച് ചേരാൻ പോവാന്ന് ആ ടീമിലുള്ളവന്മാരുടെ അടുത്ത് പറഞ്ഞാണ്. അപ്പോഴാണ് ഇവർക്ക് ഓപ്പോസിറ്റ് കളിക്കുന്നവരും ഹൺസുജൻ കൂടെ ഉണ്ട്, നമുക്ക് സൂഹയെ പൊട്ടിക്കാന്ന് പറഞ്ഞ് ഇവന്മാർ തമ്മിൽ മത്സരം വയ്ക്കുമ്പോഴാണ് അവനാണ് ഈ ഇടയ്ക്കായിട്ട് ഞാൻ ലിംജിങ്ങിന്റെ വാക്ക് മാത്രമേ കേൾക്കാറുള്ളെന്ന് വെറുതെ അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ഇത് കേട്ടിട്ട് എങ്കിൽ പിന്നെ നീ ടീമിൽ ചേരണ്ടെന്ന് അവനെ അങ്ങ് ഡാമേജ് ചെയ്തങ്ങ് വിടും. അപ്പോഴാണ് മറ്റവന്മാരെല്ലാം ലിംജിങ്ങിനെ ചെന്ന് കെഞ്ചും എങ്ങനെയൊക്കെ ഹൺസുജിനെ കളിപ്പിക്കണം എന്ന് പറഞ്ഞ്. അതോടെ അവളും പോന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ച് ചെയ്യുന്ന പറഞ്ഞ് അവൾ മൈൻഡ് ചെയ്തങ്ങിരിക്കും. അതോടെ ഹൺസുജിനും ലിംജിങ്ങൻ പറഞ്ഞ പിന്നെ വാക്കിന്ന് പിന്മാറത്തില്ലെന്ന് അവൻ അവന്മാരുടെ കൂടെ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവരെല്ലാം ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹൺസുജിന് ഒരു കോൾ വരും, ഇവന്റെ വണ്ടി നോൺ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയതുകൊണ്ട് അത് പൊക്കിയെടുത്തോണ്ട് പോയെന്ന്. ഇത് കേട്ട് അവന് ഷോക്കായിരിക്കുമ്പോഴാണ് പറയുന്ന സൂഹവും ഒരു പന്തെടുത്ത് അവന്റെ തല എറിഞ്ഞിട്ട് വണ്ടിയുടെ താക്കോലാണ് വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാൻ പറയും. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് ഇതിന്റെ എല്ലാം പുറകെയുള്ളത് ഇവനാന്ന്. അങ്ങനെ അതേസമയം ഇവിടെ വീണ്ടും മറ്റേ പെങ്കൊച്ചിനെ വാഷ്റൂം വെച്ച് റാഗ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ലിംജിങ്ങിന് വന്ന് അവളെ സപ്പോർട്ട് ചെയ്യും. അതോടെ ഇവളുടെ ഫ്രണ്ട് അവള് നാണം കെട്ട് അവളും കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് ലിംജിങ്ങിന് അവളുടെ പുറകെ തന്നെ പോകും. അതോടെ ഇവളുമാരെല്ലാരും കൂടെ ഇതേത് തോൽവി എന്ന് പറഞ്ഞ് അവര് ലിംജിങ്ങിനെ കുറിച്ച് മോശമായിട്ട് അറിയുമ്പോഴാണ് അവിടേക്ക് വരുന്ന സൂചന ഇത് കേട്ടിട്ട് എന്റെ ഫ്രണ്ടിനെ കുറിച്ച് എന്തോ പറയുന്നെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിച്ചങ്ങ് വിടും. അതോടെ അവളുമാരെല്ലാം പേടിച്ചു പോകും. അതിനുശേഷം ലിംജിങ്ങിന് ചെന്ന് അവളെ സമാധാനപ്പെടുത്തുമ്പോഴാണ് ഇവൾ എങ്ങനെയൊക്കെ ലുക്കാക്കാൻ വേണ്ടി അവള് സ്കൂളിൽ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ അവൾക്ക് ചേരുന്ന മേക്കപ്പ് ഏതാന്ന് ട്യൂട്ടോറിയലൊക്കെ വാച്ച് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് സൂഹയും വന്നിട്ട് അവളായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതോടെ അവളും മറ്റേ പെങ്കൊച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവളെ പോലെ തന്നെ അവളെന്ന് പറയും, അതായത് മേക്കപ്പ് ഇല്ലെങ്കിൽ ഇവളെയും കാണാൻ കൊള്ളത്തില്ലെന്ന് പറയുന്നത്. അപ്പോഴാണ് ഇത് കേട്ട് സൂഹയും മേക്കപ്പ് ഇല്ലാതെ നിന്നെ കാണാൻ കൊള്ളാന്ന് ലിംജിങ്ങിനോട് പറയുമ്പം ഇത് കേട്ട് പെട്ടെന്ന് അവൾ ഷോക്കായി പോകും. അപ്പോഴാണ് അതേസമയം അവളുടെ ബസ് അവിടേക്ക് വന്ന ഉടനെ അവളും പെട്ടെന്ന് അതി കയറി അങ്ങ് പോകും. അതിനുശേഷം അവൾ ഇവൻ പറഞ്ഞേ കേട്ട് കുറെ കൺഫ്യൂസ് ആയി പോകും. അങ്ങനെ ഓൺലൈൻ ഫ്രണ്ട്സിനോടൊക്കെ ഒരു പയ്യൻ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയാണ് അതിനെന്തോ അർത്ഥം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അവരെല്ലാരും കൂടെ മിക്കവാറും ആ പയ്യൻ ഇവളോട് ഇഷ്ടം കാണുന്നു പറയും. അതോടെ അവരും ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവനെ ജസ്റ്റ് സിനിമയ്ക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പറയും. ഒരേശം വരുവാണ് അവൻ ഇവളോട് ഇഷ്ടമുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ഈ മെസ്സേജ് കണ്ട് ലിംജിങ്ങിനും സൂഹയ്ക്ക് മെസ്സേജ് അയച്ച് നാളെ സിനിമ കാണാൻ വരുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ആ മെസ്സേജ് കണ്ടിട്ട് അപ്പൊ തന്നെ വരാന്ന് പറയും. അതോടെ വീണ്ടും ഇവള് ഷോക്കായപ്പോ സത്യത്തിൽ സൂഹയ്ക്ക് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞ് അതിനുശേഷം അവർ രണ്ടും കൂടെ ചാറ്റ് ചെയ്യുമ്പോഴാണ് ഏത് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ അവനായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ
അങ്ങനെ സൂഹു അവളോട് ചാറ്റ് ചെയ്തോണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹൻസുജിൻ അവന് ഫോൺ വിളിക്കുന്നത്. അതോടെ അവന് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പം അവന്റെ വണ്ടിയുടെ താക്കോലിന് വേണ്ടി അവനോട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം സൂഹു അവന്റെ താക്കോൽ എടുത്തിട്ട് ഇനി മേലെ ലിംജിങ്ങിന്റെ പുറകെ പോലെന്ന് പറയും. അങ്ങനെ അവൻ അവളെ പ്രേമിക്കുന്ന കാര്യം ഹൻസുജിനോട് തുറന്നറിയുമ്പോഴാണ് ഇത് കേട്ട് അവനും ദേഷ്യത്തി ഒരു കൂട്ടുകാരനെ കൊന്നിട്ട് എങ്ങനെ എത്രയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കും. അതോടെ സൂഹയും ഇവൻ ഇപ്പോഴും അങ്ങനെയാണോ വിചാരിക്കുന്നതെന്ന് ഹൻസുജിനോട് ചോദിക്കുമ്പോഴാണ് ഹൻസുജിൻ അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ സത്യത്തിൽ നടന്ന അതല്ലെന്ന് പറഞ്ഞ് അവൻ ഈ കാര്യം ലിംജിങ്ങിന് അറിയാമെന്ന് ചോദിക്കും. അങ്ങനെ കൂട്ടുകാരനെ കൊന്നൊരുത്തൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന അവൾ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഇവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കേട്ട് സൂഹയും കുറച്ച് ഇമോഷണൽ ആവും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.